നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പുതുതായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിന്നെ എനിക്ക് വേണം, നിന്നെ ഞാൻ മാത്രമേ സ്വന്തമാക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളെ മാത്രം മതിയോ, അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിൽ നിന്നും ഈ വ്യക്തി പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ്, എന്തൊക്കെ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെയുള്ള പരിപൂർണമായിട്ടുള്ള വായനയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളുമായി പല സാഹചര്യങ്ങളിലും, അതായത് ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ സന്തോഷിക്കുവാനും ഘോഷിച്ച് ആനന്ദിച്ച് ഉല്ലസിക്കുവാനുമാണ് താല്പര്യപ്പെടുന്നത്. അതായത് സെലിബ്രേറ്റ് ചെയ്യുവാൻ. ഇത് ഈ വ്യക്തിക്ക് മാത്രമുള്ള ആഗ്രഹമല്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെയായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്ന് ജീവിച്ച് വന്നവരാണ്. ഒരുപാട് കാര്യങ്ങളിൽ പിന്നിലേക്ക് പോയിട്ടുണ്ട്. മറ്റു പലവരും നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ കുത്തി നോവിപ്പിച്ചിട്ടുണ്ട്, ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ സാഹചര്യത്തിലൂടെ ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയതോടു കൂടി തന്നെയാണ് ജീവിതത്തിൽ ഒരർത്ഥവത്തായ മാറ്റങ്ങളും സമ്പൂർണമായ സുന്ദരമായ നിമിഷങ്ങളും വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏറ്റവും എടുത്ത് പറയുന്ന ഒരു കാര്യം എന്തെന്നാൽ, നിങ്ങൾ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തന്നെ ഫൈറ്റിംഗ് ടെൻഡൻസിയിലേക്ക് പോയിട്ടുമുണ്ട്. പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വരുമോ എന്ന് വരെ നിങ്ങൾ പരസ്പരം ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. ഈ വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ വേർപിരിയുന്ന കാര്യം വരുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു വ്യാകുലത അല്ലെങ്കിൽ ഭയം, അത് തന്നെയാണ് നിങ്ങളെ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചശക്തി തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ ഈ ഒരു ബന്ധത്തെ സൃഷ്ടിച്ചതും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതും. പൂർവികരുടെ അനുഗ്രഹവും അവരുടെ സാന്നിധ്യവും തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് കാണുന്നത്. ഇവിടെ നിങ്ങൾ ആണെങ്കിൽ പോലും പല രീതിയിലും മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്ക് പോകാൻ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിലേക്ക് വഴുതി വീണിട്ടും ഉണ്ടാകാം. കർമ്മസംബന്ധമായിട്ടുള്ള പല വ്യക്തികളുമായി കർമ്മം കിടക്കുന്നത് കൊണ്ട് തന്നെ അവരെല്ലാവരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി എന്നുള്ള നിലയിലേക്ക് വന്നു കയറിയിട്ടുണ്ടാകാം. അതൊരു പക്ഷെ നിങ്ങളുടെ മുൻ കാമുകനോ കാമുകിയോ മുൻ ഭർത്താവോ ഭാര്യയോ ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു സൗഹൃദം എന്നുള്ള വ്യാഖ്യാന വന്നു ചേർന്നിട്ടുള്ള ഒരു കപടമായിട്ടുള്ള ബന്ധങ്ങളും എനിക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇതേ അവസ്ഥ നിങ്ങളുടെ വ്യക്തിക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കർമ്മസംബന്ധമായിട്ടുള്ള വ്യക്തികളിൽ നിന്നും പല പാഠങ്ങളും പഠിച്ച് പല സാഹചര്യങ്ങളും അനുഭവിച്ച് തിരിച്ചറിവുകളും സംഭവിച്ച് നിങ്ങൾ വീണ്ടും ചെന്ന് എത്തിയത് ഇത്രയും നല്ലൊരു ബന്ധമായിട്ടുള്ള ഈ വ്യക്തിയെ തന്നെയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ സ്നേഹത്തിന് മുന്നിലാണ്. അവിടെ നിങ്ങൾ രണ്ടുപേരുടെയും സോള്, ആത്മാവ് കീഴടങ്ങി എന്നുള്ളത് നമുക്കിവിടെ വ്യക്തമായും കൃത്യമായും പറയുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ സാന്നിധ്യം നികത്തുവാൻ മറ്റാരെ കൊണ്ടും ആവില്ല. നേരെ തിരിച്ച് നിങ്ങളുടെ സാന്നിധ്യം അങ്ങനെ തന്നെയാണ്. ഈ വ്യക്തിക്ക് മറ്റാരെയും അതിനിടയിൽ കൊണ്ടുവന്നാലും നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളുടെ കുറവ് ഇല്ലാണ്ടാക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ മാനസികപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുള്ളത് ഈ ഒരു പ്രണയബന്ധത്തിലൂടെ മാത്രമാണ്. അത് ആത്മീയപരമായും ധൈര്യപരമായും ചിന്തകളിലൂടെ ആണെങ്കിലും ജീവിത ശൈലിയിലൂടെ ആണെങ്കിലും ശത്രുദോഷം, ആഭിചാരക്രിയകൾ എന്നിങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം തന്നെ നിങ്ങളുടെ ആത്മാവ് പരിപൂർണമായും പുറംതള്ളിയിട്ടുള്ളത് ഈ ഒരു ബന്ധത്തിലൂടെ മാത്രമാണ്. ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ഇരുവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഊർജം എന്ന് പറയുന്നത് അത്രയും നിസാരമായിട്ടുള്ള ഒന്നല്ല. നിങ്ങൾ ഇതിൽ പലവരും മുജ്ജന്മ ബന്ധത്തിലും നല്ല കർമ്മനിയോഗമായിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നുവെന്നും
ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള ബന്ധങ്ങൾ പുലർത്തിയിരുന്നവരായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് എപ്പോഴും ഓരോ ദിവസവും കഴിയുന്തോറും പുതിയ പുതിയ അറിവുകൾ തന്നെയാണ്. ഇവിടെ നിങ്ങളുടെ ജന്മലക്ഷ്യങ്ങളിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു പ്രണയബന്ധം. ഇവിടെ ഫാനുവൽ എന്ന് പറയുന്ന മാലാഖയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നേറുവാനും സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷകൾ കൈവിടുന്നതും ഈ പ്രണയബന്ധം ഇപ്പോൾ തന്നെ തച്ചുടച്ച് നശിച്ചു പോകുമെന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും പകച്ചു പോകാതെ കാൽവഴുതി വീണു പോകാതെ നിങ്ങൾ മുഴുവനും ശക്തി ആർജിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ഓഫ് വോൺസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നതും പുതിയതായിട്ട് എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് തന്നെയാണ്. ഇത് എപ്പോഴും ജീവിതകാലം മുഴുവനും എൻ്റെ കൂടെ വേണമെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ ഇനി അങ്ങോട്ട് എടുക്കണമെന്ന് ചിന്തിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഈ പ്രണയബന്ധത്തിൽ എന്തെല്ലാം വ്യത്യസ്തകൾ കൊണ്ടുവരാൻ സാധിക്കും, എത്രമാത്രം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള ചിന്തയിലാണ് ഇവിടെ നിങ്ങൾ രണ്ടുപേരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈ എനർജി മാത്രമാണ് ഈ പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് ഏതൊരു കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിലും എത്ര പ്രായമായാലും വർഷങ്ങൾ കഴിഞ്ഞാലും ഈ ഹൈ വൈബ്രേഷൻ ഈ പ്രണയബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും ലഭിക്കുന്ന ഹൈ വൈബ്രേഷൻ അത്രയും സ്പിരിച്വൽ പരമായിട്ടുള്ള ഹീലിംഗ് എല്ലാം തന്നെ നിങ്ങൾക്ക് അത്രയും ഹൈ എനർജിയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഇത് നമുക്ക് വളരെ കൃത്യമായി കാണുവാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല സ്വാതന്ത്ര്യ ചിന്താഗതിയും നിങ്ങളെ വളരെയധികം ഏറെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബന്ധം കൂടിയായിട്ട് കാണിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യക്കുറവ് ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ ചെറിയ രീതിയിലുള്ള ബാല്യകാല പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ചൈൽഡ്ഹുഡ് ട്രോമകൾ മറ്റുള്ളവർ അവഗണിക്കുക, സ്വന്തം മാതാപിതാക്കൾ പോലും നിങ്ങളെ വില കുറച്ച് കാണുക, 2 തലങ്ങളിൽ കാണുക, വേർതിരിച്ചു കാണുക, സ്നേഹിക്കാതെ ഇരിക്കുക, മറ്റുള്ളവരുടെ മോശപ്പെട്ട പെരുമാറ്റം, അതുപോലെ നിങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കാതെ വരിക, നിങ്ങളുടെ ജീവിതത്തിൽ പരിപൂർണമായിട്ടും പരാജയം മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തന്നെയാണ് ഈ ഒരു പ്രണയബന്ധം വന്നു ചേർന്നിട്ടുള്ളത്. ഒരു പ്രണയത്തെ കൊണ്ട് ഇത്രമാത്രം മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് ഇന്നത്തെ വായനയിൽ പ്രപഞ്ചശക്തി നിങ്ങളോട് വ്യക്തമാക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള, അതായത് കർമ്മം, അതുപോലെ ഭൗതികപരമായിട്ടുള്ള കാര്യം, ആത്മീയപരമായിട്ടുള്ള കാര്യം, ഈ 3 കാര്യങ്ങളിൽ 3 തലങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റിയാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത്. ഇവിടെ പലതരത്തിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ നല്ലൊരു ജോലിയാകാം, സാമ്പത്തിക സ്ഥിതിയാകാം, നിങ്ങളുടെ ജീവിതമേ തന്നെ മാറി മറിഞ്ഞിട്ടുള്ള എന്തെങ്കിലും സംഭവ വികാസങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ കൊള്ളേണ്ട പല കാര്യങ്ങളും പിരികത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാകാം. നിങ്ങൾ ഇന്നിവിടെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രതീക്ഷയോടെ ഈ ഭൂമിയിൽ ഇപ്പോഴും നിങ്ങൾ അവശേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്ന് നമുക്കിവിടെ പറയാൻ കഴിയുന്നുള്ളൂ. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഇതേ മാനസികാവസ്ഥ തന്നെയാണ് ആ വ്യക്തിക്കും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർത്തും ഒരു നല്ല കാലം വന്നതിന്റെ ഏറ്റവും വലിയൊരു ലക്ഷണം തന്നെയാണ് ഈ ഒരു പ്രണയ ജീവിതം എന്ന് പറയുന്നത്. ഇതൊരിക്കലും നിങ്ങൾക്ക് തള്ളിപ്പറയാനാകില്ല. കാരണം നിങ്ങളുടെ ആത്മാവിന് അത്രയും അധികം ആത്മാർത്ഥത ലഭിച്ചിട്ടുള്ള ഒരേ ഒരു എനർജി എന്ന് പറയുന്നത് അത് ഇത് മാത്രമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ പൂർവികരെ നന്നായി പ്രാർത്ഥിക്കുക, പ്രപഞ്ചശക്തിയിൽ, പഞ്ചഭൂതങ്ങളിൽ വിശ്വസിക്കുക, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക, നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ ആ ദൈവത്തെ ദിവസവും ഭജിക്കുക. അതുപോലെ ഈ വ്യക്തിക്ക് വേണ്ടി മാനിഫെസ്റ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അതുപോലെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും അത് നിങ്ങളുടെ സോള് ഈ ഒരു ജീവിതത്തിൽ ജന്മത്തിൽ അനുഭവിക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.